വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലെ. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ. ഒരുപാട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്, കോമ്പസ് ഉപയോഗിച്ച് വട്ടങ്ങൾ വരയ്ക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരാന്ന്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് കഴിഞ്ഞ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ് ഇത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചിത്രം കാണിച്ചിട്ട് ഇതേപോലെ നിങ്ങളുടെ പേപ്പറിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ എല്ലാവരും ആലോചിച്ചു, ഈശ്വർ ഇതെങ്ങനെയാ വരയ്ക്കുക, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ആലോചിച്ചു. നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ? സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മെഷർമെന്റിൽ സർക്കിൾ വരയ്ക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 4 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. 4 സെന്റിമീറ്റർ റേഡിയസിൽ ഞാൻ വലിയൊരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ 4 സെന്റിമീറ്റർ മിസ് പിന്നെയും പകുതിയാക്കി 2 സെന്റിമീറ്റർ ആക്കി. എന്നിട്ട് ഈ 2 സെന്റിമീറ്റർ റേഡിയസിൽ ഇതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സർക്കിൾ വരച്ചു. അപ്പൊ എന്താ ചെയ്തേ? ആദ്യം 4 സെന്റിമീറ്റർ സർക്കിൾ വരച്ചു. അതിന്റെ ഉള്ളില് അതിന്റെ പകുതി, ഈ 4 സെന്റിമീറ്ററിന്റെ പകുതി ആയിട്ടുള്ള 2 സെന്റിമീറ്ററിൽ കുഞ്ഞു സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? അതേ കോമ്പസ് എടുത്ത് 2 സെന്റിമീറ്റർ തന്നെ വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യുക? ഒരു സർക്കിൾ വരയ്ക്കുക. ഇതേപോലെ. ഇനിയോ അതേ 2 സെന്റിമീറ്റർ ഉപയോഗിച്ച് മുകളിലും താഴത്തും സർക്കിൾ വരയ്ക്കാം. ഇതേപോലെ. ഇനി എന്താ ചെയ്യണ്ടേ? ഒരു ഇറേസർ എടുത്തിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ മായ്ച്ചു കളയാം. കാരണം ചിത്രമായി ഇതാ ഇത്രയേ ഉള്ളൂ. ഇവിടെ കാണുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, ഈ ഒരു ലൈന്, ഈ ഒരു ഭാഗം, ഇതെല്ലാം എക്സ്ട്രായാ. ഇതൊക്കെ മായ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഇതെല്ലാം മായ്ച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഇത് മായ്ച്ചു, ഇത് മായ്ച്ചു, ഈ ഒരു ഭാഗം മായ്ച്ചു, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം. കാരണം ഇത്ര സിമ്പിളാ. ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മളുടെ പൃഥ്വി ബാച്ചിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.